ഈദ് ദിന സന്ദേശത്തിൽ വഖഫ് ബില്ലിനെതിരെ പാളയം ഇമാം ഡോക്ടർ വി.പി. സുഹൈബ് മൗലവി. വഖഫ് ബില്ല് മതസ്വാതന്ത്ര്യത്തിന് എതിരാണെന്ന് ഡോക്ടർ വി.പി. സുഹൈബ് മൗലവി പറഞ്ഞു. വഖഫ് നിയമം ഭേദഗതി ചെയ്യാനുള്ള നീക്കങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട്. ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ല വഖഫ് ചെയ്യുന്നത്. വഖഫുകൾ അള്ളാഹുവിൻ്റെ ധനമാണ്. ദാനം ചെയ്ത വസ്തുക്കളാണ് മസ്ജിദുകളും യത്തീംഖാനകളുമെല്ലാം. അത് അങ്ങേയറ്റം കൃത്യതയോടെ കൈകാര്യം ചെയ്യാനാണ് വഖഫ് നിയമം ഉള്ളതെന്ന് പാളയം ഇമാം പറഞ്ഞു. വിശ്വാസികളാണ് വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഖുറാനിലുണ്ട്. അതാണ് ഭേദഗതി ചെയ്യാൻ പോകുന്നത്. ബില്ല് പാസ്സായാൽ വഖഫ് സ്വത്ത് നഷ്ടമാകുമെന്ന് പാളയം ഇമാം പറഞ്ഞു. ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഈദ് ദിന സന്ദേശത്തിൽ ഡോക്ടർ വി.പി. സുഹൈബ് മൗലവി പറഞ്ഞു. ഫലസ്തീൻ ജനത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നു. യുദ്ധം ഒരു സമൂഹത്തിലും നന്മ കൊണ്ടുവന്നിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫലസ്തീൻ ജനതയുടെ രോദനങ്ങളാണ് സ്ത്രീകളിലൂടെ കേൾക്കുന്നത്. ഈ യുദ്ധം അവസാനിക്കണമെന്ന് വി.പി. സുഹൈബ് മൗലവി ആവശ്യപ്പെട്ടു. ലഹരിക്കെതിരെ ഭരണകൂടങ്ങളും മാധ്യമങ്ങളും ശക്തമായി രംഗത്ത് വന്നു. അതിനെയൊക്കെ ഇസ്ലാമിക സമൂഹം പിന്തുണയ്ക്കണം. കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ ആരോടും സഹകരിക്കരുതെന്നും ലഹരി വിരുദ്ധ പ്രചാരണത്തിന് വിശ്വാസികൾ മുന്നിൽ നിൽക്കണമെന്നും പാളയം ഇമാം ആവശ്യപ്പെട്ടു. അക്രമങ്ങളും കൊലപാതകങ്ങളും നാട്ടിൽ വർദ്ധിക്കുന്നുവെന്നും പാളയം ഇമാം പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ കുടുംബത്തിലെ 5 പേരെ കൊല ചെയ്ത വാർത്തയാണ് റമദാന് മുൻപ് കേട്ടത്. കൗമാര യൗവനങ്ങളിൽ അക്രമവാസന വ്യാപകമാകുന്നു. കുട്ടികളുടെ ക്ഷമയാണ് നഷ്ടപ്പെടുന്നത്. മക്കൾക്കെല്ലാം നൽകുന്നു, ക്ഷമ മാത്രം പഠിപ്പിക്കുന്നില്ലെന്നും ഇമാം പറഞ്ഞു. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും പാളയം ഇമാം ഡോക്ടർ വി.പി. സുഹൈബ് മൗലവി വ്യക്തമാക്കി.